അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ ഹരീഷ് വാസവൻ, കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം. ശ്രീ ഹരീഷ് വാസവൻ, ഈ പറഞ്ഞതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിലിന്റെ വിയോഗം, ആ വാർത്ത നമ്മൾ വിവരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തെയും മാധവ് ഗാഡ്ഗിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും മികച്ചൊരു പരിസ്ഥിതിവാദിയെ കൂടിയും പരിസ്ഥിതിയെ സ്നേഹിച്ചിരുന്ന ഒരു ആളെയും കൂടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? രാജ്യം കണ്ട ഏറ്റവും വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. ഒരുപക്ഷെ ലോകം തന്നെ കണ്ട ഏറ്റവും പ്രതിഭാധനരായിട്ടുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞരിൽ ഒന്നാം നിരയിൽ വരുന്ന, ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ പരിസ്ഥിതി അവാർഡ് ഈ അടുത്ത വർഷങ്ങളിൽ ഏറ്റുവാങ്ങിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ലോകം അറിയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിലെമ്പാടും അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയെ പറ്റിയുള്ള, ശാസ്ത്ര മേഖലയിലുള്ള സേവനത്തെ പറ്റിയുള്ള, ഒരുപക്ഷെ കേരളീയർ അദ്ദേഹത്തെ അറിയുന്നത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന പേരിൽ പ്രശസ്തമായ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച റിപ്പോർട്ടിനെ സംബന്ധിച്ചായിരിക്കും, അതിന്റെ വിവാദങ്ങളെയൊക്കെ സംബന്ധിച്ചായിരിക്കും. പക്ഷേ ലോകം അറിയുന്നത് അദ്ദേഹം പരിസ്ഥിതി മേഖലയിൽ വന്ന കാലത്ത് ജനകീയമായിട്ടുള്ള പരിസ്ഥിതി ഇടപെടലുകൾ വളരെ കുറവായിരുന്ന ഒരു കാലത്തുനിന്ന് അദ്ദേഹം ശാസ്ത്രത്തെ ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് പരിസ്ഥിതി ശാസ്ത്രത്തെ കൊണ്ടുവരാൻ ശ്രമിച്ച, അതിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. എങ്ങനെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി പരിസ്ഥിതി സംരക്ഷിക്കാം എന്ന് സർക്കാരിനെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടാടപ്പെടുന്ന ജൈവ വൈവിധ്യ നിയമം ഉണ്ടാക്കിയതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച UPA-യുടെ ഒന്നാം കാലത്തും രണ്ടാം കാലത്തും സർക്കാരിന്റെ പരിസ്ഥിതി അഡ്വൈസറായി നിന്നുകൊണ്ട് ആ നിയമം കൊണ്ടുവരാൻ പാർലമെന്റിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തി അത് നടപ്പാക്കിയ ആളുകളിൽ ഒരാളാണ്. എല്ലാ കാലത്തും പരിസ്ഥിതി ശാസ്ത്രത്തെ ജനകീയമായി അവതരിപ്പിച്ച വ്യക്തികളിൽ ഒരാളാണ്. സത്യത്തിൽ അത് രാജ്യത്തിന്റെ വലിയ നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് ഈ വിഷയത്തോടുള്ള അതീവ താല്പര്യം കൊണ്ടാണ് മരിക്കുന്നതിന് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് പോലും വളരെ സജീവമായി ജനങ്ങൾ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങൾ പോലുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശക്തമായിട്ട് പറയുകയും അദ്ദേഹം അവസരം കിട്ടുമ്പോഴൊക്കെ കേരളത്തിൽ വരികയും കേരളത്തിലെ ജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. എല്ലാ കാലത്തും ഫീൽഡിൽ ജോലി ചെയ്തിട്ടുള്ള, ജനങ്ങൾക്കൊപ്പം പണിയെടുത്തിട്ടുള്ള ശാസ്ത്രജ്ഞരുടെ ആളായിരുന്നു അദ്ദേഹം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ, ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും ഈ സമയം അദ്ദേഹത്തെ അനുസ്മരിച്ചതിനും.